ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ശരീരത്തിന് ഔഷധ ഗുണമുള്ള ഒരു ഡിഷാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കോവയ്ക്കുണ്ട്. കോവയുടെ ഇലയാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് തോരൻ വയ്ക്കാൻ പോകുന്നത്. ഇത് ഏറ്റവും ഔഷധ ഗുണമുള്ള ഇലയാണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ചട്ടി അടുപ്പിൽ സ്റ്റൗവിൽ വെച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി, ഉള്ളി, വറ്റൽമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ, ഉള്ളി, ജീരകം എല്ലാം കൂടെ അരിഞ്ഞത് കൂടി നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പ് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഇല ചെറുതായിട്ട് അരിഞ്ഞത് കഴുകി വാരി വെച്ച് അരിപ്പക്കൊട്ടയ്ക്കകത്ത് വാരി വെച്ച് വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വാരി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കോവയുടെ ഇല എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇല ഒന്ന് ഒരു 5 മിനിറ്റ് വേകുന്നിടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട അതിനകത്ത്. ആ വെളിച്ചെണ്ണയുടെ മയം കൊണ്ട് അടച്ച് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ആവി കൊണ്ട് ഇത് വെന്തോളൂ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇലയ്ക്കകത്ത് കഴുകി വാരി വെക്കുന്നതല്ലേ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം വല്ലപ്പോഴും നമ്മളിങ്ങനെയുള്ള ഇലകളൊക്കെ തോരൻ വെച്ച് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനൊക്കെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. എപ്പോഴും മീനും ഒക്കെ അല്ലേ കൂട്ടുന്നത്, മീനോ ചിക്കനും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളല്ലേ കഴിക്കുന്നത്. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് എന്തോന്ന് നോക്കാം. ഇത് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയ കോവലിൻ്റെ ഇലയാണ്. അതുകൊണ്ട് വിഷമൊന്നും അടിച്ചിട്ടില്ലാത്തതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി കഴിക്കണം. ഈ പച്ചില വർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. താങ്ക് യു.